മഴയുടെ ഇതൊന്നുമില്ല. ശരി വെച്ചേക്കാം. അവനെ ഒന്ന് കാണിച്ചു കൊടുക്കും. പ്രശ്നമില്ലെന്ന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഒത്തിരി ടീച്ചർ ജോലി ഇന്നലെ കളിക്കുന്നുണ്ട്. നടക്കാൻ പറ്റുമോ?
എല്ലാവർക്കും നമസ്കാരം. ഇപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടിട്ട് ഒന്ന് വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് കാലിൻ്റെ പടം മറന്നു കഴിഞ്ഞാലോ ഒരു തലവേദന പോട്ടെ കോവിഡോ എന്ത് ക്ഷീണം വന്നു കഴിഞ്ഞാലും ഞാനും എൻ്റെ കുടുംബവും നേരെ ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് പ്രണവം ആയുർവേദ ഹോസ്പിറ്റൽ. അപ്പം അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ശ്രീതേട്ടനും ഡയാന ചേച്ചിയൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട്, പലപ്പോഴുമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പം ഇത്രയും നീണ്ട കാലത്തെ ഒരു പ്രയത്നത്തിൻ്റെ ഈ ഒരു സക്സസിൻ്റെ കൂടെ ഭാഗമാവാൻ പറ്റി, എനിക്കും ഇതിന് ചേരാൻ പറ്റി എന്നുള്ളതിൽ എൻ്റെ വലിയൊരു സന്തോഷമാണ്. ശ്രീതേട്ടനും ഡയാന ചേച്ചിക്കും പിന്നെ പ്രണവം ഹോസ്പിറ്റലിനും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു സർ. സദസ്സിനോട് സംവദിക്കുന്നു. നമുക്ക് ഏവർക്കും സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ മഹനീയമാക്കി തീർത്ത ഡോക്ടർ ഡയാനി, രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഞങ്ങൾ പണ്ട് തുടങ്ങിയുള്ള പരിചയമാണ്. അവരാദ്യമായിട്ടൊരു സിനിമ പണ്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്നും അതിനുള്ള പരിചയമാണ്. അപ്പം അന്ന് തുടങ്ങി അറിയുന്ന ആൾക്കാരാണ്. സച്ച് എ ജെന്റിൽമാൻ ആയിട്ടുള്ള ആളാണ് ശ്രീതേട്ടൻ. അപ്പം അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ തന്നെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരാൾ തൻ്റെ സ്വപ്നത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വയ്ക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് എത്രയോ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഇപ്പം നമ്മളൊരു കുഞ്ഞു വീടുണ്ടാക്കണമെങ്കിൽ തന്നെ എത്ര നാൾ അതിൻ്റെ പുറകെ അധ്വാനിക്കണം, എത്ര നാൾ നമ്മൾ അതിനു വേണ്ടി എല്ലാം വിട്ടു നിൽക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ, അതിങ്ങനെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ, അതിനെ പുതിയൊരു എന്താ പറയുക, ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് കഴിഞ്ഞ 18 വർഷമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നൊരു സ്ഥാപനങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ അത് ഇത്രയും വലിയൊരു നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇത്രയും കാലം അതിനുവേണ്ടി മാറ്റിവെച്ച് അതിലേക്ക് ഫുൾ ഇൻവോൾവായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അത്രയും വലിയൊരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഈ ദിവസത്തിൽ ഭാഗമാകാൻ സാധിച്ചത് വലിയ സന്തോഷം, എൻ്റെയും ഭാഗ്യമായി കരുതുകയാണ്. അവരുടെ എല്ലാ വിജയത്തിലും പങ്കുചേരാൻ സന്തോഷത്തോടുകൂടി ഞങ്ങളും എല്ലാവരും ഇവിടെ ഉണ്ട്. പ്രണവത്തിന് എല്ലാവിധ ആശംസകളും. പ്രണവം നേരത്തെ നമ്മുടെ MLA സൂചിപ്പിച്ച പോലെ വരും ഭാവിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നതിൽ പ്രണവത്തിനും നല്ലൊരു പങ്ക് വഹിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ദുർഗാകൃഷ്ണയ്ക്ക് ഒരു സ്നേഹോപഹാരം നൽകുകയാണ് ഡോക്ടർ ശ്രീ. ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിർവൃതിയിലാണ് ശ്രീതേട്ടനൊക്കെ. ഞാൻ ശ്രീതേട്ടൻ എന്നാണ് വിളിക്കുന്നത്, ഡയാന ചേച്ചി എന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര ആധികാരികമായിട്ട് ഈ സ്ഥലത്ത് നിന്ന് ഈ മൈക്കിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ യോഗ്യതയുള്ള ഒരാൾ ഞാനാണെന്ന് തോന്നുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ഓർമ്മയിൽ ശ്രീതേട്ട ഒരു 7-8 കൊല്ലം, ശ്രീതേട്ടാ ഇവിടെ ഒരു 7-8 കൊല്ലമായിട്ട് ഞാൻ സ്ഥിരം എല്ലാ കൊല്ലവും ഇവിടെ വന്നതല്ലേ. അതായത് പ്രണവത്തിൽ എല്ലാ കൊല്ലവും എനിക്ക് എന്തായാലും എല്ലാ കൊല്ലവും ഒരു തിരിവ് ആവശ്യമാണ്. മഴക്കാലം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തെന്നി വീഴുന്ന ഒരു സീസണാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ എല്ലാ കൊല്ലവും ഇവിടെ വരാറുണ്ട്. ഇത്രയും വലിയൊരു സ്ഥാപനം അദ്ദേഹം തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ആരംഭഘട്ടം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്ലാൻ മുതൽ ശ്രീധരൻ പറയുന്ന മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് വന്ന് ഇതിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വലുതായപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ശ്രീതേട്ടനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു പെട്ടി കട അല്ലെങ്കിൽ ഒരു ചെറിയ മുറി, അവിടെ ശ്രീതേട്ടൻ ഇരുന്നാലും അവിടെയും ആളുകളുണ്ടാവും. കാരണം കൈപുണ്യം എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അത് ചില നേരത്ത് നമ്മുടെ അമ്മ, നമ്മുടെ ലോകത്തുള്ള എല്ലാ ഭക്ഷണവും 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിച്ചാലും നമ്മുടെ അമ്മച്ചി ചിലപ്പോൾ ഒരു മുളകിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഉള്ളി ഇട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചിട്ടുണ്ടാക്കുന്ന ചില കറികളുണ്ടാവുമല്ലോ, അതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അത്രയും നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടറാണ്.
എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ കാലുവേദന, എനിക്ക് പ്രത്യേകിച്ച് നടക്കുമ്പോഴൊക്കെ കുറേ കാലുവേദന ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒന്ന് ഒഴിച്ചിൽ കഴിയുമ്പോൾ ഞാൻ അത്രയും വീണ്ടും ഒരു കൊല്ലം എനിക്ക് ഓടാനുള്ള എനർജി തരുന്ന ഒരു സ്ഥലമാണ് പ്രണവം. അതുകൊണ്ട് തന്നെ എനിക്കിത് ഹൃദയത്തിൽ നിന്ന്, ഞങ്ങളാരും ഇവിടെ ബാക്കി ഒരുപാട് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഹൃദയത്തിൽ നിന്ന് പറയാനുള്ള എൻ്റെ വാക്കുകൾ ഇത് തന്നെയാണ്. ശ്രീധര, നിങ്ങളുടെ കൈപുണ്യം എന്ന് പറയുന്നത് ഇവിടുത്തെയുള്ള നാട്ടുകാർക്കറിയാം, ഇനി ലോകം മുഴുവൻ അറിയട്ടെ ഈ പ്രണവത്തിലൂടെ. സന്തോഷം, സന്തോഷം, സന്തോഷം. താങ്ക് യു. നമസ്കാരം ചങ്കുകളെ, കുറച്ചുകൂടി ഉറക്കണ നമസ്കാരം ചങ്കുകളെ. അതുപോലെ തന്നെ പൊളിച്ചെടുക്കാൻ പറയാനൊക്കെ നല്ല മൂടുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക സദസ്സാണ് അല്ലേ? എത്രയോ പ്രായമുള്ള ആൾക്കാരും ഗുരുജനങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ വെച്ചിട്ട് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് ലൗഡ് കുറച്ചിട്ട് പറയണം. അപ്പം പ്രണവം ഡോക്ടർ ശ്രീകാന്ത് ഡോക്ടർ, അതുപോലെ തന്നെ ഡയാന ഡോക്ടറൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു. കേട്ടിട്ടുണ്ട്, ഈ രണ്ട് വ്യക്തികളെ പറ്റി ഞാൻ ആദ്യമേ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാൻ പറ്റിയത്. വിപിൻ ബ്രോനോട് സ്പെഷ്യൽ താങ്ക്സ്, എന്നെ ഈ പരിപാടിയിലേക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിന്, ഇവരോട് പുതുക്കാൻ സാധിച്ചതിനും വലിയ സന്തോഷം. അപ്പം എനിക്ക് സുപരിതമായ സ്ഥലമാണ് മാനുവൽ. ഞാൻ ഈ കൊടുവള്ളി KSEBിൽ കുറച്ചു കാലം ഓഡിറ്റ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൊടുവള്ളി KSEB കുറച്ചു കാലം ഞാൻ ജോലി ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ സ്ഥിരം പോകുന്ന റൂട്ടാണ് ഈ വഴിയാണ് സ്ഥിരം ഞാൻ പോവാറ്. അപ്പം നമ്മളെ സ്വന്തം സ്ഥലം തന്നെയാണ് അല്ലേ, നമ്മളെ അതേ നാട് തന്നെയാണ്. അപ്പം വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇത്രയും സെലിബ്രിറ്റീസും അതുപോലെ തന്നെ സിനിമാ ബന്ധപ്പെട്ട ആൾക്കാരും രാഷ്ട്രീയക്കാരൊക്കെ പങ്കെടുത്ത ഇങ്ങനൊരു വേദിയിൽ ഞാൻ അടുത്ത കാലത്ത് പങ്കെടുത്തില്ല. അത്രയും പ്രൗഢമായ വേദിയിൽ, അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന ആൾക്കാർ അത്രയും പ്രൗഢമായ ആൾക്കാരായിരുന്നു. അപ്പം ഈ ഒരു വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം. ഒക്കെ പ്രധാനം നമ്മുടെ മുനീർ സാഹിബ്, നമ്മുടെ കുന്നമംഗൽ MLA പീറ്റർ റഹീം, അതുപോലെ തന്നെ ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒക്കെ എല്ലാവരും അല്ലേ, സംഘടിതമായ ഒരു പരിപാടി അവിടെ നടന്നത്. പ്രത്യേകിച്ച് അത് ഡോക്ടറോടുള്ള ആ ഒരു ബന്ധം, അതുപോലെ തന്നെ ഡോക്ടറെ നമ്മളെ ബിബിൻ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഡോക്ടറെ കൈപുണ്യം, അത് എല്ലാവർക്കും എത്താൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്രയും കൂടുതൽ ആൾക്കാർ സ്റ്റേജിലും അതുപോലെ തന്നെ ഇവരൊക്കെ ഇരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തൊരു ആവശ്യമുണ്ടെങ്കിലും കോഴിക്കോടുകാരെന്നുള്ള രീതിയിൽ ഡോക്ടർക്ക് തീർച്ചയായും എന്നെ വിളിക്കുക. എന്ത് രീതിയിൽ നമുക്ക് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്ന് വേറെ പ്രത്യേകത കൂടി, കോഴിക്കോട് ലുലു മോളിൻ്റെ ഓപ്പണിംഗ് ആണ് ഇന്ന്. 9-ാം തീയതി ഓപ്പണിംഗ് 8-ാം തീയതിക്ക് മാറ്റിയിട്ടുണ്ട്. എന്നോട് 12:30 എത്തണമെന്നൊക്കെ പറഞ്ഞതാണ്. കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു ഇനിയിപ്പം അങ്ങോട്ട് പോകാൻ കഴിയും. അവിടെ 1-1.5 മണിക്ക് അവിടെ കഴിയും. എന്നാൽ നമ്മൾ ഈ പരിപാടി ഒന്നുകൂടി കളറാക്കണം, നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കണം. അപ്പം ഇത്രമാത്രം പറയാന്ന് വെച്ചാൽ ഉഷാറല്ലേ? സെപ്റ്റംബർ 8 ഞായറാഴ്ചയാണ്. കുറേ കല്യാണങ്ങളുള്ള ദിവസമാണ്. ഗുരുവായൂരിൽ എനിക്ക് തോന്നുന്നു റെക്കോർഡാണ് അല്ലേ, 400ഓളം കല്യാണങ്ങൾ ഗുരുവായൂരിൽ ഇന്നൊരൊറ്റ ദിവസം നടക്കുകയാണ്. എന്നാലും അല്ലേ നമ്മൾ ഈ പ്രണവത്തിൻ്റെ ഉദ്ഘാടനത്തിന് എല്ലാവരും എത്താൻ കഴിഞ്ഞില്ലേ? പൊളിക്കല്ലേ? ഒച്ചൊന്നും കേൾക്കുന്നില്ല. നീ കൈയടിക്കെല്ലാവരും ഉഷാറാക്കെ. ഓക്കെ, താങ്ക് യു. അപ്പം പൊളിച്ചടുക്കണം നമുക്ക് കൊണ്ട്, എന്നിട്ട് ഞാൻ പോളൂ. ലുലു മോള് പിന്നെ പോവാം. താങ്ക് യു. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ജസ്നിയ ജയദീപ്. നമസ്കാരം. പ്രണവം ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഇനോഗ്രേഷൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് ഒരുപാട് ബ്ലെസ്ഡ് ആണ്. അതും ഇത്രയും ഐക്കോണിക് ആയിട്ടുള്ള ഒരുപാട് പേരുടെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ്. ഇങ്ങനെ ആയുർവേദത്തിനെ കുറിച്ചിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറയാനൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ അച്ഛൻ ഭയങ്കര സീരിയസ് ആയിട്ട് ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് ഒരുപാട് നാൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ശരിക്കും ഡോക്ടേഴ്സ് നമ്മൾ എങ്ങനെ കാണേണ്ടവരാണെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയത്. അപ്പോൾ ചില ഡോക്ടേഴ്സിൻ്റെ പ്രസൻസ് തന്നെ ഭയങ്കര വയ്യാതിരിക്കുന്നതിന് അച്ഛനെ ഭയങ്കര ആക്റ്റീവ് ആക്കുമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസിന് ഇൻസ്പയർഡ് ആയിട്ട് ഇന്ന് എൻ്റെ ബ്രദറും ഒരു ഡോക്ടറാണ്. സോ ഒരുപാട് പേരുടെ ട്രസ്റ്റും ഹോപ്പും ആവട്ടെ പ്രണവം ആയുർവേദിക് ഹോസ്പിറ്റൽ. സിൻസിയർ വിഷ് ടു എവ്രിവൺ. താങ്ക് യു. അടുത്തതായി സാന്നിധ്യം കൊണ്ട്